വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴാട്ടോ ഞാൻ വിചാരിച്ചത്, എപ്പോഴും നിങ്ങൾ കാണുന്നത് എൻ്റെ പുറത്ത് പോകുന്നതും അതുപോലെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ. ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇന്ന് എനിക്കും അജയ് ചേട്ടനും ഒക്കെ വർക്കിംഗ് ആണ്, പിന്നെ അവയ്ക്ക് നഴ്സറി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഷൂട്ട് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാലോ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അവനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണ് എനിക്ക് നന്നായിട്ട് വണ്ണം വെച്ചു. ഒരു ഏകദേശം 62 കിലോയിലും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് തീരെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നാട്ടിൽ വെച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്താണെന്നറിയത്തില്ല, എനിക്ക് എൻ്റെ ബോഡി വണ്ണം വെച്ചിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എല്ലാവരും പറഞ്ഞായിരുന്നു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതാണ് നല്ലത്, കുറച്ച് വണ്ണമുണ്ട്. പക്ഷേ എന്തോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-2.5 വർഷമായിട്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഈ വർക്കൗട്ട്. ഈ വർക്കൗട്ട് കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു 3 മാസത്തെ വെയിറ്റ് ലോസ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും വെയിറ്റ് ലോസ് ചെയ്തത്. ഏകദേശം 10 കിലോയോളം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ല അടിപൊളി പ്ലാൻ ആയിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്തും പോർഷൻ കൺട്രോൾ ഒക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഇനി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. കാരണം പെട്ടെന്ന് കയറി പണികളൊക്കെ തീർക്കണം. കാരണം അവ ഇപ്പോൾ എഴുന്നേറ്റ് വരും. അവയ്ക്കൊരു 8:30-8:45 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകണം. അതുപോലെ തന്നെ എനിക്ക് ഒരു ശേഷം 9 മണിയാകുമ്പോഴത്തേക്കും ജോലിക്കും കയറണം. ഞാൻ കൂടുതലും ചായയും കാപ്പിയും ഒന്നും കുടിക്കാത്ത ആളാട്ടോ. ഞാൻ കൂടുതലും കുടിക്കുന്ന ഗ്രീൻ ടീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് ആയിരിക്കും. പിന്നെ എന്നും മോർണിംഗും ഈവനിങ്ങും ഞാനൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇല്ലെങ്കിൽ എന്താ പറയുക ഫാറ്റ് ബേൺ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ പാലും അങ്ങനെ വേണ്ട ഡ്രിങ്കിനുള്ള ഇതൊക്കെ വെച്ചു. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ. കാരണം എനിക്കിവിടെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സും എനിക്ക് ദോശയായിരിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജയ് ചേട്ടനും അവയ്ക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ദോശ. പിന്നെ രാവിലെ എനിക്ക് അവനെ കഴിപ്പിക്കാനും അതാണ് ഈസി. അതുകൊണ്ട് ഞാനും പ്രിഫർ ചെയ്യും ദോശ തന്നെ മതി. പിന്നെ വീക്കെൻഡ്സിൽ എന്തെങ്കിലും വെറൈറ്റി ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഞാൻ വീക്കെൻഡ്സിലാട്ടോ ഉണ്ടാക്കുന്നത്. ഒരാഴ്ചത്തേക്കുള്ള ദോശമോ ഞാൻ ആ വീക്കെൻഡ് തന്നെ അരച്ചു വെക്കും കേട്ടോ. കാരണം ഡെയിലി എനിക്ക് അരയ്ക്കാനോ ഇല്ലെങ്കിൽ അതിനുള്ള സമയം കളയാനോ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ അരച്ചു വെക്കുന്ന മാവിലേക്ക് ഞാൻ ഒറ്റയടിക്ക് ഉപ്പൊന്നും ഇടാറില്ല. കാരണം ഞാൻ അന്നത്തേക്ക് വേണ്ടുന്നതിൻ്റെ അകത്തേക്ക് മാത്രമേ ഉപ്പും കാര്യങ്ങളൊക്കെ ഇടാറുള്ളൂ. ഞാൻ വന്ന സമയത്ത് ആ വലിയ എന്താ പറയുക ഞാൻ അരച്ചു വെക്കുന്നതിൻ്റെ അകത്ത് ഫുള്ളിൻ്റെ അകത്തേക്ക് മാവിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പം അത് പിന്നെയും അത് പുളിച്ച് നമുക്ക് വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ഒട്ടും കഴിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും കേട്ടോ. അപ്പം ഞാൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ഈ ഡെയിലി എടുത്ത് അതിൻ്റെ അകത്ത് ഉപ്പിടുക എന്നുള്ളത്. അപ്പൊ എന്താ പറയുക, നമ്മൾ മൺഡേ എങ്ങനെയാണോ ദോശ ഉണ്ടാക്കുന്നത് ആ ഒരു ഫീലിൽ തന്നെ ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് ഉള്ള ദോശ. അങ്ങനെ ഞാൻ ദോശയൊക്കെ ചുട്ടപ്പോഴത്തേക്കും അജയ് ചേട്ടൻ അവനെ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് വിട്ടു കേട്ടോ. പല്ലൊക്കെ തേച്ചൊന്ന് അവയ്ക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പോയിന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാനും അവയും തമ്മിലുള്ള ഒരു അംഗം വെട്ട് തുടങ്ങുന്നത്. കാരണം ക്രീം തേപ്പിക്കാൻ വിളിച്ചാലൊന്നും പുള്ളിക്ക് തീരെ വരാൻ മടിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ അംഗം വീട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഞാൻ അവനെ നഴ്സറിയിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കി കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി വെച്ച് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാട്ടോ. എനിക്ക് ചമ്മന്തി അരയ്ക്കാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവി ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവയ്ക്ക് എപ്പോഴും ഈ മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒന്ന് നോക്കൂട്ടോ എന്താന്നുള്ളത്. അങ്ങനെ കിച്ചണിലെ പണിയെല്ലാം തീർത്തത് അവയുടെ സ്കൂൾ ബാഗും സെറ്റ് ചെയ്ത് ഞാൻ ഓടിപ്പോയിരുന്നു കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവയ്ക്ക് ഇറങ്ങാനുള്ള സമയം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് അവനെ ഒന്ന് റെഡിയാക്കി ഇത് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ അവൻ പോകാൻ ഇറങ്ങിട്ടോ. അവൻ ടാറ്റയൊക്കെ തന്നു ഉമ്മയൊക്കെ തന്നിട്ടോ ഇന്ന് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അവയുടെ നഴ്സറിയിലേക്ക്. എന്നാൽ അജയ് ചേട്ടനാണ് കൊണ്ടുവിടാൻ പോകുന്നത്. അങ്ങനെ അവ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി എൻ്റെ മെയിൽസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു. കാരണം ഞങ്ങൾക്ക് 9:15 ആകുമ്പം എന്നൊരു സ്റ്റാൻഡപ്പ് കോൾ ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള പറയണം കേട്ടോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഞാൻ ചെയ്തു വെച്ചു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അജയ് ചേട്ടൻ അവനെ കൊണ്ടുവിട്ടിട്ട് വന്നു കേട്ടോ. ഞങ്ങൾ എന്നും അവനെ കൊണ്ടുവിട്ടിട്ട് വന്നു കഴിഞ്ഞിട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങൾ എന്നും ഒരുമിച്ചിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോമാണ്. കുറേ നേരം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അജയ് ചേട്ടൻ പറഞ്ഞു മതി നിർത്തി, എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചായിരുന്നു കേട്ടോ കണ്ടത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സ്റ്റാൻഡപ്പ് തുടങ്ങി. എനിക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്, അതിനും ഇടയ്ക്കൊന്ന് പോകണം. പോകാൻ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആക്ച്വലി ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയതായിരുന്നു കേട്ടോ. ഇപ്പം ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഒരു 1.5 hours
ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ജൂലൈ എൻ്റെ ആവുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ്. അങ്ങനെ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാനിരുന്നു. അപ്പോഴാണ് എനിക്ക് പയ്യെ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ചെറിയതായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിയും. 12 മണി ആയപ്പോഴത്തേക്കും അവി എത്തി കേട്ടോ. അവി എത്തി കാറൊക്കെ ഓടിച്ചുകൊണ്ട് കിടക്കുക. എപ്പോൾ നഴ്സറിയിൽ നിന്ന് വന്നാലും ആദ്യം ഒരു കാർ എടുത്ത് കുറച്ചു നേരം കളിച്ചോണ്ടിരിക്കും. പിന്നെ ഞാനും അവിയും കൂടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അവരും ഞാനും കൂടെ കുറച്ചു നേരം കളിക്കും. പിന്നെ ഇന്നത്തെ കാര്യങ്ങളും ഒക്കെ പറയും. അങ്ങനെയാണ്. പിന്നെ അവിയൊന്നും രാവിലത്തെ ഒരു സെക്ഷൻ മാത്രം കേട്ടോ നഴ്സറിയിൽ പോകുന്നുള്ളൂ. കാരണം വന്ന് കിടന്ന് കഴിഞ്ഞാൽ അവി ഉറങ്ങും കാര്യമൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ചു നേരം ഞങ്ങളുടെ കൊച്ചു വർത്തനത്തിന് ശേഷം ഞങ്ങൾ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. എന്നും ഉച്ച കഴിഞ്ഞ് വന്നു കഴിയുമ്പം നഴ്സറിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ആദ്യം ഞങ്ങൾ പോയി കുളിക്കും കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ഇടാനുള്ള ഒരു ഇതിലാട്ടോ ഞങ്ങൾ. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഇനി നേരെ പോയി ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അവിയൊന്ന് ഉറങ്ങും കേട്ടോ. ആ സമയത്താണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ എപ്പോഴും 3 പേരും ഒരുമിച്ചിരുന്നാണ് ലഞ്ചാണേലും ഡിന്നറാണേലും എന്താണേലും കഴിക്കാൻ നോക്കാറുള്ളത് കേട്ടോ. പിന്നെ അവി എപ്പോഴും കഴിക്കാൻ നേരത്ത് ടാബ് വേണം കേട്ടോ മിക്ക സമയങ്ങളിലും. ഞാനതൊരു പ്രൗഡായിട്ടല്ല പറയുന്നത്, അതൊരു ഫോൾട്ട് തന്നെയാണ്. ഞാനത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്തോ ചില സമയങ്ങളിൽ അവരത് സമ്മതിക്കാറില്ല. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അച്ഛയുടെ കൈ പാത്രവും കൊടുത്ത് ഞങ്ങൾ കിടക്കാൻ വന്നു കേട്ടോ. ഞങ്ങളൊക്കെ പറഞ്ഞ അവിഇനി ഒരു ഏകദേശം 5 മണി വരെ അവികിടന്നുറങ്ങും. സമയം 5 മണിയായിട്ടോ. ഉച്ച കഴിഞ്ഞ് അത്യാവശ്യം നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിന്നർ പരിപാടിയിലേക്ക് ഡിന്നർ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പം ഓടിപ്പോയി ക്യാമറ എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ. പിന്നെ ഇന്ന് ഡിന്നറിന് നമുക്ക് ഗ്രിൽ ചിക്കനും സാലഡും കേട്ടോ. ഞാൻ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ മീൻ പ്ലാനും നേരത്തെ തന്നെ ഒരു തേഴ്സ്ഡേ ഈവനിങ് ഇരുന്ന് ഞാനും അജയ് ചേട്ടനും കൂടെ പ്ലാൻ ചെയ്ത് ഈ ആഴ്ച എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതനുസരിച്ച് എനിക്ക് ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ട് ഈസി ആയിരിക്കും കാര്യങ്ങൾ. ഇല്ലെങ്കിൽ എന്നും രാവിലെ എഴുന്നേറ്റ് എന്താ നാളെ ഉണ്ടാക്കുക എന്താ ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ആഴ്ചയും പിന്നെ വ്യാഴാഴ്ച ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കും. ഫ്രൈഡേ പോയി ഞങ്ങൾ സാധനങ്ങൾ വെക്കും. അതാട്ടോ ഞങ്ങളുടെ എന്താ പറയുക ഒരു ഡെയിലി വീക്കിലി റുട്ടീൻ എന്ന് പറയാം. അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിയട്ടെ. പിന്നെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര മടിയാവും. പിന്നെ അവിയും സമ്മതിക്കത്തില്ല. അവിൻ്റെ കൂടെ പ്രാവശ്യം കളിക്കാൻ ചെന്നിരുന്ന പിന്നെ വിടത്തേ ഇല്ല. അപ്പോൾ ഇരിക്കണതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ് വന്ന് പരിപാടിയൊക്കെ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. അവി ഇന്ന് നേരത്തെ എഴുന്നേറ്റ് ഇവിടെ വന്നിരുന്ന് എൻ്റെ കൂടെ കുറച്ചുപേരൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ എഴുന്നേറ്റ് ഇവിടെ എന്തൊക്കെയോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ നാളത്തേക്ക് എടുത്തു വെച്ചേക്കുന്ന പയറും എടുത്ത് ഒരാളും ഇടുന്ന് കളി തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ കൊച്ചിന് വേറെ ഒന്നും ഇവിടെ കളിക്കാനില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ എൻ്റെ കൊച്ചു ഇതെടുത്ത് കളിക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അജയ് ചേട്ടനാണ് അവിനെ നോക്കുന്നത്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും മോനും കൂടെ ഉള്ള ഒരു ടൈമാട്ടോ. അവർ കഥ പറച്ചിലും കളിക്കലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കൂടുതൽ ഈ ബ്ലോഗ്സ് വെച്ചിട്ടായിരിക്കും അവർ ആ സമയത്ത് കളിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കിച്ചന്റെ സമയത്ത് ഞാൻ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്ത് അവരോട് വർത്താനം പറയാനും അങ്ങനെയൊക്കെ കൂടും. പക്ഷെ ഇന്ന് അജയ് ചേട്ടൻ എന്ന ഒരു എമർജൻസി കോൾ വന്ന കാരണം 5 to 6 അജയ് ചേട്ടൻ ബിസി ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുക്ക് ചെയ്യുകയും വേണം അവിനെ നോക്കുകയും വേണം. പിന്നെ അവിന്ന് ഫുൾ എന്താ പറയുക ഉറക്കം ഫുൾ ആവാതെ കേട്ടോ എഴുന്നേറ്റ്. അതുകൊണ്ട് ചെറിയൊരു ക്രാങ്കിയും കൂടെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇരുത്തിയിട്ട് പോയിട്ട് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ അവൻ ഒട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എൻ്റെ കൂടെ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇട്ടിട്ട് ഞാൻ ഇവിടെ കുറച്ചു നേരം വന്നിരുന്നു. പിന്നെ അജയ് ചേട്ടൻ എഴുന്നേറ്റിട്ട് ബാക്കി ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവനെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ 6 മണിയായപ്പോഴത്തേക്ക് അജയ് ചേട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. അത് എനിക്ക് കുറച്ചു നേരം പിന്നെ അവിനെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ കുക്കിംഗ് ബാക്കി പരിപാടിയെല്ലാം തീർക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിരുന്നു. അച്ഛൻ്റെ പാത്രത്തിൽ മാത്രം എന്താ ലെറ്റ്യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലെറ്റ്യൂസ് സാധാരണ കഴിക്കാറില്ല. കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് അവർ പറഞ്ഞായിരുന്നു അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിലുള്ള എന്താ പറയുക ഇത് കൂടുതലായിരിക്കുന്നത്. അപ്പം മുതൽ ഞാൻ ലെറ്റ്യൂസ് കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. സമ്മറായി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങും. കാരണം നല്ല വെട്ടം ഉണ്ടായിരിക്കും ഒരു 9-10 മണി വരെയൊക്കെ. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 7 മണി 7:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ നല്ല വെട്ടം. ഇത് ഒരു 9-9:30 വരെയൊക്കെ നിൽക്കൂട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വാക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അതിലേക്കൂടെ കേട്ടോ നമ്മൾ നടക്കാൻ പോകുന്നത്. ഇവിടെ നല്ല രസമാണ്. കുറച്ചും കൂടെ സമ്മറൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലാക്ക്ബെറീസൊക്കെ ഈ സൈഡിൽ കൂടെ തന്നെ കാണും കേട്ടോ. ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അത് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോസിൽ കാണിച്ചു തരാവേ. ഇതെന്തിനാ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് പോണേ? ഒറ്റ ഓടിപ്പോ.
അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് കിച്ചൺ ക്ലീനിങ് പരിപാടിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. കാരണം ഞാൻ ഫുൾ ക്ലീൻ ചെയ്യാതെട്ടോ പോയത്. കാരണം എനിക്കെല്ലാ പരിപാടിയും അന്ന് വൈകുന്നേരം തന്നെ ചെയ്ത് തീർത്ത് വെക്കണം, ഇല്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. പിന്നെ കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. രാവിലെ ഇപ്പോൾ എഴുന്നേക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കിച്ചൺ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പിന്നെ ക്ലീൻ ചെയ്യാനുള്ള പാത്രങ്ങളും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് രാത്രി മൊത്തം. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് അത് കാണുമ്പോൾ തന്നെ എൻ്റെ മൂഡങ്ങ് പോവും. രാവിലെ പാത്രം കഴുകണം മീൻസ് ഇങ്ങനെ കിച്ചൺ അങ്ങ് ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കിച്ചൺ വൈകുന്നേരം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അവിടെ കിടക്കാറുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഞാനും അവിയും അജേഷേനും കൂടെ കുറച്ച് നേരം ഞങ്ങളുടെ കാര്യങ്ങൾ വർത്താനം പറച്ചിലും കുറച്ച് കളിയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ യൂഷ്വൽ ബെഡ് ടൈം, ഇതുപോലെ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റും സെയിം അംഗം വിട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പം ഞാനിവിടെ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.